ഹായ് എവരിവൺ. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോപ്പിഫൈ സ്റ്റോറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ടാണ്. എങ്ങനെ നിങ്ങൾക്കൊരു ഷോപ്പിഫൈ സ്റ്റോർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് എടുക്കാം, അപ്പോൾ അതിനകത്ത് എങ്ങനെ ബേസിക് സെറ്റിംഗ്സ് ഒക്കെ മാറ്റാം, അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോർ കസ്റ്റമൈസേഷനിലോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കോഴ്സിന് വേണ്ടി ഞാനൊരു പുതിയൊരു ഷോപ്പിഫൈ സ്റ്റോർ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. പുതിയതായിട്ടൊരു എൻ്റയർലി ഒരു പുതിയ ഇമെയിൽ കൊടുത്ത് പുതിയൊരു ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്ക്രീനിലോട്ട് പോകാം. ഇപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോപ്പിഫൈയിലോട്ട് പോകുമ്പോൾ ആക്ച്വലി shopify.com പോകാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൻ്റെ ഷോപ്പിഫൈയുടെ അഫിലിയേറ്റ് ലിങ്കാണ്. ഞാൻ എല്ലായിടത്തും ആ ഒരു ലിങ്ക്, നിങ്ങൾ പുതിയൊരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. മേ ബി എനിക്കൊരു ചെറിയൊരു കമ്മീഷൻ ഉണ്ടാവും. മാത്രമല്ല നമുക്കൊരു ഷോപ്പിഫൈയുടെ ഒരു കൈൻഡ് ഓഫ് ഒരു കമ്മ്യൂണിറ്റിയും, ഇപ്പോൾ ഞാൻ ഇത്രയും പേരെ റെഫർ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കൊരു കൈൻഡ് ഓഫ് ഒരു കമ്മ്യൂണിറ്റിയും അവിടെ ഷോപ്പിഫൈയിൽ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതുതായിട്ട് ഷോപ്പിഫൈ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നവർ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കയറുക. ഓക്കെ, ഷോപ്പിഫൈയിലോട്ട് പോകുമ്പോൾ ആക്ച്വലി ഷോപ്പിഫൈ നിങ്ങൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് എത്തുമ്പോൾ ഈ ഒരു പോർട്ടലായിരിക്കും വരുന്നത്. അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോഴ്സിൻ്റെ കാര്യങ്ങളും അവരുടെ ഇതുവരെയുള്ള ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററിയും എല്ലാം ഷോപ്പിഫൈനകത്ത് പറയുന്നുണ്ട്. അവരുടെ സ്റ്റോഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് വലിയ വലിയ ബ്രാൻഡ്സുകൾ എങ്ങനെ അവരുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ റൺ ചെയ്ത് വലിയ ലെവലിലോട്ട് എത്തി എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ഈ ഒരു ഹോം പേജിലോട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ വരേണ്ടത് എക്സാക്ട്ലി ഈ ഒരു സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഷോപ്പിഫൈയുടെ പ്ലാൻ അനുസരിച്ച്, ഇന്നത്തെ ഒരു പ്ലാൻ അനുസരിച്ച് ആക്ച്വലി ഒരു ഇപ്പോഴത്തെ ഒരു കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ എന്ന് പറയുന്നത് 9ലോട്ട് പോകാം. ഇവിടെ പ്ലാൻ അവർ പറയുന്നുണ്ട്. പ്രൈസിങ് വരുമ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. എക്സാക്ട്ലി എല്ലാ സമയവും ഈ ഒരു പ്ലാൻ തന്നെ ആയിരിക്കത്തില്ല. ഇന്ന് 20 rupees പെർ മന്ത് ആണ്, 3 months 20 rupees പെർ മന്ത് ഫോർ 3 months ആണ് അവിടെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് 3 days ഫ്രീ ഫയലാണ്, അത് ഫ്രീ ട്രയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ട്രയൽ കഴിഞ്ഞതിന് ശേഷമേ പേയ്മെൻറ്റിലോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നത് പിന്നെ ഈ 3 months കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഓപ്ഷൻ, അത് എമൗണ്ടാണ് ഇവിടെ വരുന്നത്. ഇത് 1994 ആണ് ഇവിടെ വരുന്നത്, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റോറ്. ബേസിക് ആയിട്ടുള്ള സ്റ്റോർ നമുക്ക് ആദ്യം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ബേസിക് സ്റ്റോറിൽ പോയാൽ മതി. നമുക്ക് ഈ ഗ്രോയും അഡ്വാൻസ് ഒന്നും ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ഇൻവെൻട്രി ലൊക്കേഷൻസ് ഒക്കെ കൂടുതലുണ്ടെങ്കിലും, നിങ്ങൾക്ക് സ്റ്റാഫ് അക്കൗണ്ട്സ് ഒക്കെ കൂടുതലുണ്ടെങ്കിലും മാത്രം ഈ ഗ്രോയിലും പിന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻവെൻട്രിയിലും പോയാൽ മതി. അഡ്വാൻസ്ഡ് വെർഷനിലോട്ടും പോയാൽ മതി. ഇപ്പോൾ ഇൻവെൻട്രീസ് നിങ്ങൾക്ക് ലൊക്കേഷൻസ് ഇത്രയുണ്ട്, നിങ്ങൾക്ക് സ്റ്റാഫ് ഒക്കെ അക്കൗണ്ട്സ് കൂടുതൽ കൊടുക്കണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ അത് കൂടുതലും ഇത് ഒരു റീറ്റെയിലായിട്ടൊക്കെ റൺ ചെയ്യുന്നവർക്കും ഈ ഒരു ഷോപ്പിഫൈ സ്റ്റോർ ഒന്ന് യൂസ് ചെയ്യാം. ഷോപ്പിഫൈയുടെ പോയിന്റ് ഓഫ് സെയിൽ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ബേസിക് പ്ലാനിലും ഉണ്ട്, അഡ്വാൻസ് പ്ലാനിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടത് പോയിന്റ് ഓഫ് സെയിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഷോപ്പിഫൈ റൺ ചെയ്യാം. ഓക്കെ, പോയിന്റ് ഓഫ് സെയിൽ ഇപ്പോൾ റീറ്റെയിൽ നിങ്ങൾക്ക് ഓൺലൈനും ഉണ്ട് റീറ്റെയിലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ആ ഒരു സെയിലിനെ ഒറ്റ പാനലായിട്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയി കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓൺലൈൻ സ്റ്റോർ റൺ ചെയ്യുന്ന മോഡലിൽ അതിനെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഈ പോയിന്റ് ഓഫ് സെയിലിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്, കൂടുതലായിട്ടുള്ള. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ അത് നോക്കുക. പിന്നെ അഡ്വാൻസ്ഡും ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് വരും. പിന്നെ ഉള്ളത് പ്ലസ് പ്ലാനാണ്. പ്ലസ് പ്ലാൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് പ്ലാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയൊരു കോംപ്ലക്സ് ബിസിനസ് ഉണ്ട്, 1-2 കൺട്രീസിലായിട്ട് നിങ്ങൾക്ക് എക്സ്പാൻഷൻ മോഡലിൽ റൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. നമുക്ക് വെയർ ഹൗസസ് ഒരുപാട് മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ നമുക്ക് വെയർ ഹൗസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ ടീമുകൾക്കാണ് ഈ പ്ലസ് പ്ലാൻ പോകുന്നത്. അതിൻ്റെ കോസ്റ്റ് $1,75,000 പെർ മന്ത് ആണ്. കോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു $2,000 പെർ മന്ത് ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റോർ പോയുള്ള കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത്. അത് മിനിമം 3 year ടേം ഒക്കെ നമ്മൾ ഓണാക്കണം. അങ്ങനെ ഒരു രീതിയിലാണ് അത് പോകുന്നത്. ഓക്കെ, അത് വളരെ എക്സ്പാൻഡ് ആയി പോകുന്ന ബിസിനസ്സൊക്കെയാണ് അവർ പ്ലസ് പ്ലാൻ കൊടുക്കുന്നത്. പ്ലസ് പ്ലാനിൽ ഒരുപാട് ഓപ്ഷൻസ് അൺലിമിറ്റഡ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അൺലിമിറ്റഡ് സ്റ്റാഫൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള കസ്റ്റമൈസബിൾ ആണ്, ഫുള്ളി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഈ ചെക്കൗട്ട്സ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്ലാനിൽ നമുക്ക് ചെക്കൗട്ട്, ഷോപ്പിഫൈയുടെ ഡീഫോൾട്ട് ചെക്കൗട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഷോപ്പിഫൈയുടെ ഡീഫോൾട്ട് ചെക്കൗട്ട് പേജൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാത്രമല്ല കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള നമുക്ക് ആപ്സ് ഇൻ്റഗ്രേഷൻസും കാര്യങ്ങളൊക്കെ ഇത് പ്ലസ് ബെറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഷോപ്പിഫൈയുടെ പ്ലാനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആക്ച്വലി ഒരു സ്റ്റാർട്ട് ഫോർ ഫ്രീ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ കോഴ്സിന് വേണ്ടി ഞാനൊരു മെയിൽ ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിഫൈ കോഴ്സ് youtube@outlook.com എന്ന രീതിയിൽ ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇവിടെ കൊടുക്കാം.
സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. കൊടുത്ത പാസ്വേഡ് വീക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്റ്റോർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ നമ്മുടെ പ്ലാനിലോട്ട് പോകാനുള്ള ഓപ്ഷൻ പറയും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിലാണ് ഞാൻ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ഞാൻ ലോഗിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാൻസ് ഇപ്പോൾ നിങ്ങൾ ഓരോരോ കൺട്രീസ് ലോഗിൻ ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള കറൻസി മാറും. ഓൾമോസ്റ്റ് ഈ വാല്യൂ ഇത് തന്നെയായിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു UAE നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മേ ബി അവിടെ ഡോളർ ബില്ലിംഗ് ആണ് വരുന്നതെന്ന് തോന്നുന്നു. ഡോളർ ബില്ലിങ്ങിൽ ഇപ്പോൾ നമ്മൾ 20 റുപ്പീസ് വരാം, അവിടെ $1 പെർ മന്ത് ഫോർ 3 months ആയിരിക്കും. ഇപ്പോൾ US നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ രീതിയിലായിരിക്കും അവിടുത്തെ ഡോളർ ബില്ലിങ്ങിലായിട്ട് വരുന്നത്. UK ആണെങ്കിൽ പൗണ്ട് ആയിരിക്കും. അത് ഓരോരോ കൺട്രീസിൽ ഷോപ്പിഫൈ ബേസ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ കറൻസി മാറുന്നേ ഉള്ളൂ. പക്ഷേ പ്ലാന്റെ വാല്യൂ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ഫോർ ഫ്രീ സ്റ്റേ ഫോർ 20 റുപ്പീസ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ പ്ലാനിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട് പ്ലാൻസ് ആക്ടിവേറ്റ് ചെയ്യാൻ. ഒന്നുകിൽ നിങ്ങൾക്ക് UPI വെച്ച് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് ആഡ് ചെയ്യാം. ഇപ്പോൾ UPI ആണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ക്രെഡിറ്റ് കാർഡ്സ് ഇല്ലാത്തവർക്ക് നമുക്ക് UPI വെച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇത് സ്കിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ അകത്ത് കയറിയതിനു ശേഷം നമുക്ക് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാം. പിന്നെ അതിനുശേഷം അവർ കുറച്ച് സർവേസ് ചോദിക്കും. ഇവിടെ എങ്ങനെ ലൈക്ക് ടു സെൽ എന്നൊക്കെയുള്ള രീതിയിൽ സർവേ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ സ്കിപ്പ് കൊടുക്കുക. ഇപ്പോൾ ഷോപ്പിഫൈയുടെ ഒരു പേജിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡാഷ്ബോർഡിലോട്ട് നമ്മളിപ്പോൾ എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മെയിലിലോട്ട് പോയതിന് ശേഷം നിങ്ങൾ തുടങ്ങിയ ആ മെയിലൊന്ന് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് അത് കൺഫർമേഷൻ ചോദിക്കും. ഓക്കെ, കൺഫേം ചെയ്യുക. അതിനുശേഷം ഇമെയിൽ വെരിഫൈഡ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഈ പ്ലാൻ ഒന്ന് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ സെലക്ട് പ്ലാൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്ലാൻ സെലക്ട് ചെയ്ത് 3 days ഫ്രീ ട്രയൽ ഉണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളൊരു പ്ലാൻ സെലക്ട് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം നിങ്ങൾക്ക് പ്ലാൻ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങളിപ്പോൾ ഫ്രീ ട്രയലായിട്ട് പോവുകയാണെങ്കിൽ ആക്ച്വലി ഇപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറിലോട്ട് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങളുടെ സ്റ്റോർ ലൈവ് ആവത്തില്ല. ഒരു കൈൻഡ് ഓഫ് ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്റ്റോറിൻ്റെ ഫ്രണ്ട് എൻഡ് പോവുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. മേ ബി നിങ്ങൾ ഡിസൈനൊക്കെ ചെയ്തതിന് ശേഷം അകത്ത് കയറാൻ പറ്റത്തില്ല. ഇത് ഇപ്പോൾ ഞാൻ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. ഈ സ്റ്റോർ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ പാസ്വേഡ് പ്രൊട്ടക്റ്റ് മാറണമെങ്കിൽ നമുക്ക് ഒരു പിക്ക് എ പ്ലാൻ കൊടുക്കാം. എന്തായാലും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടി പിക്ക് എ പ്ലാൻ കൊടുക്കാം. പ്ലാൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ബേസിക് പ്ലാൻ എടുത്താൽ മതി. ബേസിക് പ്ലാൻ സെലക്ട് ചെയ്യുക. ബേസിക് പ്ലാനിൽ നിങ്ങളുടെ UPI നമ്പറും ഇപ്പോൾ UPI ആണെങ്കിൽ UPI കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. ഡെബിറ്റ് കാർഡും അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഡെബിറ്റ് കാർഡ് പക്ഷേ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഡെബിറ്റ് കാർഡ് ആയിരിക്കണം. എല്ലാ ഇന്ത്യൻ ബാങ്ക്സിൻ്റെയും മിക്ക ബാങ്ക്സിൻ്റെ ഡെബിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ അതിനകത്ത് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ആ ഡെബിറ്റ് കാർഡ് എടുക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ UPI കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ UPI ഇവിടെ കൊടുക്കുകയാണ്. ഫോൺ നമ്പർ നമ്മളിവിടെ കൊടുക്കണം. നമ്മൾ അഡ്രസ്സ് കൊടുക്കുക. ഇപ്പോൾ അഡ്രസ്സ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ബില്ലിംഗ് അഡ്രസ്സാണ്. ഈ കംപ്ലീറ്റ് ആയിട്ട് ബില്ലിംഗ് അഡ്രസ്സാണ്. നിങ്ങൾ സ്റ്റോർ അഡ്രസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഓഫീസ് അഡ്രസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈവൻ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ബിസിനസ് ലൊക്കേഷനുള്ള ആ ബിസിനസ് ലൊക്കേഷൻ അഡ്രസ്സ് അവിടെ കൊടുക്കാം. അത് സെറ്റിങ്സിനകത്ത് അവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ ബില്ലിംഗ് അഡ്രസ്സാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഏതാണോ അഡ്രസ്സ് ഉള്ളത് അത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ UPI ഇവിടെ സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ ഇത് സെറ്റപ്പ് UPI കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ UPI റിക്വസ്റ്റ് നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടാവും. സെറ്റപ്പ് UPIയുടെ ഇത് കൊടുക്കുക.
ഇപ്പോൾ നിങ്ങൾ UPI കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിനകത്ത് ഇവിടെ ഒരു മെസ്സേജ് വരും. അപ് ടു 5000 റുപ്പീസിൻ്റെ ഒരു അപ്രൂവൽ റിക്വസ്റ്റ് വരും. ആക്ച്വലി അതിൻ്റെ അർത്ഥം ഷോപ്പിഫൈ 5000 റുപ്പീസ് എടുക്കുമെന്നല്ല. ഇപ്പോൾ ഇന്ത്യയുടെ റൂൾ അനുസരിച്ച് ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ECS പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റ് ഇപ്പോൾ ഉണ്ട്. RBI അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ലിമിറ്റിനപ്പുറം നമുക്ക് എടുക്കണമെങ്കിൽ അവർ അഡീഷണൽ റിക്വസ്റ്റ് നമുക്ക് തരണം. അപ്പോൾ ഇവിടെ അവർ പറയുന്ന ലിമിറ്റ് 5000 ആണ്. അപ്പോൾ 5000 മുകളിൽ നമുക്ക് ഫണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു അഡീഷണൽ റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ എടുക്കാൻ പറ്റൂ. 5000 റുപ്പീസ് വരെയുള്ള ഒരു ഓട്ടോ ഡെബിറ്റ് നമ്മൾ ഇവിടെ അപ്രൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതൊരിക്കലും നമ്മളിപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഈ 5000 റുപ്പീസ് ഇത് എടുക്കുമെന്ന് പറയത്തില്ല. അതിൻ്റെ ഒരു അപ്രൂവൽ ലിമിറ്റിൻ്റെ കാര്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്രൂവൽ കൊടുക്കുക. അപ്രൂവൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഈ കംപ്ലീറ്റ് ആയിട്ട് ഷോപ്പിഫൈയിൽ നമുക്കിവിടെ അത് ഓണായി വരും. ഓക്കെ, ഒരു സമയം എടുക്കും. അത് മേ ബി ഒരു 2 to 3 മിനിറ്റ്സ് എടുക്കും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം വരാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ UPI ആഡ് ആയിട്ടുണ്ട്. ആഡ് ആയതിനു ശേഷം നമ്മളിവിടെ സബ്സ്ക്രൈബ് കൊടുക്കുക. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് 3 ഡേയ്സ് നമുക്ക് ഫ്രീ ട്രയലാണ്. പിന്നെ കണ്ടില്ലേ, ഒരു November 3 തൊട്ട് ഇത് മുന്നോട്ട് പോകും. പിന്നെ അടുത്ത 3 മന്ത്സ് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു 20 റുപ്പീസ് പെർ മന്ത് വെച്ച രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് വേണ്ടത് സബ്സ്ക്രിപ്ഷൻ സക്സസ്ഫുൾ ആയി. ഇനി അടുത്ത് നമുക്ക് കാണിക്കുന്നത് നമ്മളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. നമ്മുടെ ബിസിനസ് അഡ്രസ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ് അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെയിം കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവിടെ ബിസിനസ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. ഫോൺ നമ്പറും നമ്മൾ കൊടുക്കണം. ബിസിനസ് അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ പാനലിലോട്ട് അത് മുന്നോട്ട് പോകും. അപ്പോൾ നമുക്കിപ്പോൾ പാനൽ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം പാനൽ ഈ രീതിയിലായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വന്നതിന് ശേഷം ഈ റിമൂവ് പാസ്വേഡ് കൊടുക്കാം. കാരണം നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രിപ്ഷൻ എടുത്തതുകൊണ്ട് ഈ പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഷോപ്പിഫൈയുടെ ഒരു പാനൽ വരുന്നത്. ഇപ്പോൾ ആദ്യം നമുക്ക് പോവേണ്ടത് നമ്മുടെ ഹോം പേജാണ്. ഇതാണ് നമ്മുടെ ഹോം പേജ്. നമുക്കിവിടെ ഓർഡേഴ്സിൻ്റെ ഹിസ്റ്ററി, നമുക്കിവിടെ ഓർഡേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് തന്നെ വേണമെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് ഓർഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അബണ്ടൻറ്റ് ചെക്കൗട്ട്സ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം മാത്രമല്ല ഡ്രാഫ്റ്റ് ഓർഡേഴ്സ്, ഇപ്പോൾ ഓർഡേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഓർഡർ ആക്കിയില്ലെങ്കിൽ അത് നിങ്ങൾ തന്നെ ഓർഡർ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ അത് ഓർഡർ ആക്കിയില്ലെങ്കിൽ ഡ്രാഫ്റ്റ് ഓർഡറായിട്ട് ഇവിടെ കിടക്കും. അതാണ് ഡ്രാഫ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ അബണ്ടൻറ്റ് ചെക്കൗട്ട്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂസേഴ്സ് നമ്മുടെ വെബ്സൈറ്റിലോട്ട് വന്നു, ആഡ് ടു കാർട്ട് ഇത് ഇനിഷ്യൽ ചെക്കൗട്ട് ചെയ്തിട്ട് വാങ്ങാതെ പോയവരാണ് അബണ്ടൻറ്റ് ചെക്കൗട്ട്സ് വരുന്നത്. അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പ്രോഡക്ട്സ്, നമുക്ക് പ്രോഡക്ട്സിന് ആഡ് ചെയ്യാം, കളക്ഷൻ ആഡ് ചെയ്യാം, ഇൻവെൻട്രി, പർച്ചേസ് ഓർഡേഴ്സ്, ട്രാൻസ്ഫേഴ്സ്, ഗിഫ്റ്റ് കാർഡ്സ്, ഇതെല്ലാം ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ് ഇവിടെ. പിന്നെ കസ്റ്റമേഴ്സ്, നമുക്ക് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു സെഷനുണ്ട്. നമ്മളുടെ ക്യാമ്പയിൻസും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ടാഗ് ചെയ്യാം. ഇന്ന് ഷോപ്പിഫൈ കംപ്ലീറ്റ്ലി ഒരു ഇൻ്റഗ്രേഷൻസ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ആഡ് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും ഏത് പ്ലാറ്റ്ഫോംസിലാണെങ്കിലും നമുക്കിന്ന് CAPI ഇൻ്റഗ്രേഷൻ, കൺവേർഷൻ API ഇൻ്റഗ്രേഷൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ്സ് എല്ലാം ഇവിടെ നമുക്ക് ക്യാമ്പയിൻസ് എല്ലാം കാണാൻ പറ്റും. അതിൻ്റെ ആട്രിബ്യൂഷൻസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ ഓട്ടോമേഷൻസ് വരുമ്പോൾ നമുക്കിന്ന് ഷോപ്പിഫൈ തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു ഇമെയിൽ ഓട്ടോമേഷൻ കൈൻഡ് ഓഫ് ഒരു മെത്തേഡ് തരുന്നുണ്ട്. ഇപ്പം നേരത്തെ തരുന്നുണ്ട്, പക്ഷേ ഇന്ന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് അബണ്ടൻറ്റ് ചെക്കൗട്ട്സ് ഒക്കെ പോകുന്നവർക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഷോപ്പിഫൈയുടെ തന്നെ ഒരു ഫ്ലോ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇമെയിൽ ഫ്ലോ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ബേസിക് ആയിട്ട് ഒരു ഫ്രീ ആയിട്ട് തരുന്ന ഒരു മെത്തേഡാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് ബേസിക് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഈ ഒരു ഇമെയിൽസിനൊക്കെ വേണ്ടി, ഇമെയിൽ ചെക്കൗട്ട്സിനൊക്കെ വേണ്ടി, ഇമെയിൽ ഓട്ടോമേഷനൊക്കെ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് ആപ്സ് യൂസ് ചെയ്യും. ഇപ്പോൾ ഷോപ്പിഫൈ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇനിഷ്യൽ ടൈമിൽ നിങ്ങൾ അഡീഷണൽ ആപ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വലിയൊരു കോസ്റ്റ് വരും. അതുകൊണ്ട് ഷോപ്പിഫൈ തന്നെ ഫ്രീ ആയിട്ട് തരുന്ന ഒരു മെത്തേഡാണ്. ഇത് നിങ്ങൾക്ക് അബണ്ടൻറ്റ് ചെക്കൗട്ട്സ് വരുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു വെൽക്കം മെയിൽ, ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചു, അവർക്കൊരു വെൽക്കം മെയിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു അബണ്ടൻറ്റ് ചെക്കൗട്ട്സിൻ്റെ ഈ ഒരു ഷോപ്പിഫൈയുടെ ഈ ഒരു ഓട്ടോമേഷൻ ഫ്ലോ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു വൺസ് ഇൻ എ വീക്ക് നമുക്ക് അവർക്കൊരു മെയിൽ അയക്കണം, എല്ലാ കസ്റ്റമേഴ്സിനും മെയിൽ അയക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഇത്രയും ടാഗ് ചെയ്ത ഇത്ര കസ്റ്റമേഴ്സ് മെയിൽ അയക്കണം. അതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഓട്ടോമേഷൻസ് വരുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ഡിസ്കൗണ്ട് സെഷനാണ്. നമുക്കൊരു ഡിസ്കൗണ്ട്, ഒരു കംപ്ലീറ്റ് കൈൻഡ് ഓഫ് ഡിസ്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ കോണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഇമേജസ് കാര്യങ്ങളെല്ലാം വരുന്നതെല്ലാം ഇതിനകത്താണ് വരുന്നത്. കോണ്ടന്റിനകത്ത് മെറ്റാ ഒബ്ജക്ട്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഫയൽസിനകത്താണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമേജസും കാര്യങ്ങളെല്ലാം വരുന്നത്. ഞാൻ ഒരു ഓവർവ്യൂ ആയിട്ട് കാര്യങ്ങളെന്ന് പറയുകയാണത്. നമുക്കിത് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നമുക്കിത് പല മെത്തേഡ്സുകളും മേ ബി ചിലപ്പോൾ ഒരു കാര്യത്തിന് നമുക്ക് ഒരു വീഡിയോ വേണ്ടി വരും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ.
ഇപ്പോൾ മെനൂസ് ഓപ്ഷനാണ് നമുക്കിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെനൂസ്. ഇപ്പോൾ നാവിഗേഷൻസ് പണ്ടത്തെ ഇപ്പോൾ മേ ബി നിങ്ങൾ എൻ്റെ ഒരു 3-4 വർഷം മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അന്ന് ഞാൻ ഷോപ്പിഫൈ ഇതേപോലെ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങൾ മാറ്റമുണ്ട്. കാരണം ഈ ഷോപ്പിഫൈ, ഫേസ്ബുക്ക് ആഡ്സ് ഇതെല്ലാത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നെക്സ്റ്റ് മന്ത് അതങ്ങ് മാറും. അവരുടെ കംപ്ലീറ്റ് UIയും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ പറയണമെങ്കിൽ മേ ബി അതൊരു 2 വീക്സ് അല്ലെങ്കിൽ 2 മന്ത്സോ 3 മന്ത്സോ അല്ലെങ്കിൽ 1 ഇയർ കഴിയുമ്പോൾ ഇതായിരിക്കത്തില്ല. മേ ബി ഇതിനൊരു മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ചില ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അതിനകത്ത് കാണുന്നില്ലല്ലോ. പക്ഷേ അത് കാണാത്തതല്ല, അത് അവരുടെ അപ്ഡേഷൻസ് വരുമ്പോൾ അത് മാറുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനകത്ത് ബ്ലോഗ് ചെയ്യാനുള്ള ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനും ബ്ലോഗ് നമുക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ബ്ലോഗ് പോസ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് കൈൻഡ് ഓഫ് മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, ഇപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൺട്രീസ് നിങ്ങൾ ഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് കൺട്രിയിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായിരിക്കും ബേസ് കൺട്രി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് നിങ്ങളുടെ ബേസ് കൺട്രി ഇപ്പോൾ US ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ബേസ് കൺട്രി ഇവിടെ ഇന്ത്യ മാറ്റിയിട്ട് US ആക്കാം. ഓക്കെ, ഒരു കൺട്രി നമ്മൾ ബേസ് ആയിട്ട് നടത്തണം. ആ കൺട്രിയുടെ ബേസ്ഡ് ആയിട്ടായിരിക്കും കറൻസിയും വരുന്നത്, നമ്മൾ എക്സാക്റ്റുള്ള കറൻസിയും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, പിന്നെ കാറ്റലോഗ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മളെ പ്രോഡക്ട്സിനെ കാറ്റലോഗ്സുകളാക്കാം. പിന്നെ ഇത് വരുന്ന അനലിറ്റിക്സ് ആണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനലിറ്റിക്സ്. ഇപ്പം ട്രാഫിക്കിൻ്റെ അനലിറ്റിക്സ്, സെയിൽസിൻ്റെ അനലിറ്റിക്സ് എല്ലാം വരുന്ന കാര്യങ്ങൾ ഇവിടെയാണ്. ഇൻക്ലൂഡിങ് റിപ്പോർട്ട്സും ലൈവ് ഡേറ്റയും നമുക്ക് ഇവിടെ കിട്ടും. ലൈവായിട്ട് എത്ര പേര് സ്റ്റോൾ വരുന്നുണ്ട്, എത്ര പേര് പർച്ചേസ് ചെയ്യുന്നുണ്ടുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അടുത്ത് വരുന്നത് സെയിൽസ് ചാനൽസ് ആണ്. സെയിൽസ് ചാനൽസിലാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓൺലൈൻ സ്റ്റോർ വരുന്നത്. നമുക്കിപ്പോൾ ഒരു സെയിൽസ് ചാനലേ നമ്മളുള്ളൂ. നിങ്ങളിപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെ ഇൻ്റഗ്രേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് ഒരു സെയിൽസ് ചാനലാവും. പിന്നെ നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ സെയിൽസ് ചാനൽ വരും. പിന്നെ നിങ്ങൾ വാട്സാപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ വാട്സാപ്പ് ഒരു സെയിൽസ് ചാനലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെയിൽസ് ചാനൽസ് എന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ഓൺലൈൻ സ്റ്റോറിൻ്റെ മാത്രമാണ് വരുന്നത്. ഓക്കെ, ഞാൻ ഇത് പറയുന്നെങ്കിലും നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട, നമുക്കതൊക്കെ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാം വരുന്ന ക്ലാസ്സുകളിൽ. ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറിനകത്ത് വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ തീംസ് വരുന്നത്. ഇപ്പോൾ തീംസ് ഇവിടെ ഓൾമോസ്റ്റ് ഷോപ്പിഫൈക്ക് 8-10 ഫ്രീ തീംസ് ഉണ്ട്. പിന്നെ പെയ്ഡ് തീംസിൻ്റെ സെഷൻസ് ഉണ്ട്. തീംസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുന്ന ഇതിൽ പറയാം. പിന്നെ പേജസ്, നമുക്ക് അഡീഷണൽ ആയിട്ട് പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കോൺടാക്ട് പേജ്, നിങ്ങളുടെ അബോട്ടസ് പേജ്, ഇതൊക്കെ ഇവിടെയാണ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്ന പ്രിഫറൻസസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക, ഈ പാസ്വേഡ് പ്രൊട്ടക്ഷൻസ്, പിന്നെ ഈ SEOയുടെ മെറ്റാ ടൈറ്റിൽ, ഹോം പേജ് ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ആപ്സ് സെഷൻസ്, നമ്മുടെ ഇതിനകത്ത് വരുന്ന ആപ്സ് ആഡ് ചെയ്യാനുള്ള സെഷൻസ് ആണ് വരുന്നത്. അതൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. പിന്നെ വരുന്നത് ഒരു സെറ്റിങ്സ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റത്തെ ഇത് വരുമ്പോൾ തന്നെ നമ്മൾ ഇനി ഒരുപാട് സെറ്റിങ്സുകൾ നമ്മൾ മാറ്റുന്നുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇനി ആദ്യം നമ്മൾ ചെയ്യുന്നത് സെറ്റിങ്സിൻ്റെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഷോപ്പിഫൈ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഷോപ്പിഫൈ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. നിങ്ങളുടെ പ്ലാൻ ആദ്യം ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെഷൻസിൽ നമ്മൾ വരുന്ന സെറ്റിങ്സും ഈ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ള പേജസ് ഒക്കെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ, താങ്ക് യു.